ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ബ്ലൗസ് ഫുൾ ആൻഡ് ഫുൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അളവിനായിട്ട് തന്നിട്ടുള്ള ബ്ലൗസ് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് മെഷറിംഗ് ടേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കറക്റ്റ് അളവിലുള്ള ബ്ലൗസ് വെച്ച് തന്നെ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റുള്ള ബ്ലൗസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണോ ഇതെനിക്ക് ഈസി ആയിട്ട് തോന്നുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കെപ്പോഴും ഈസി ആയിട്ടുള്ളത് ഇതാണ്. കറക്റ്റ് അളവിലുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറ്. പിന്നീട് നമ്മൾ ടൈലറിംഗ് ഒന്നും അത്രയും പ്രൊഫഷണലി പഠിച്ചിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു പഠിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പഠിപ്പാണ്. അപ്പോൾ ആ ഒരു പഠിപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത്. പക്ഷേ എങ്ങനെ ഇരുന്നാലും എൻ്റെ ആവശ്യങ്ങൾ നടിയിൽ നടന്നു പോകുന്നുണ്ട്. അതിപ്പോൾ ഏത് മോഡൽ എങ്ങനെ പറഞ്ഞാലും ഒരുവിധം ഞാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് തയ്ക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മതി. നമുക്ക് അത്യാവശ്യം തയ്ക്കാൻ വേണ്ടുന്ന വഴികളെല്ലാം തന്നെ കിട്ടും കേട്ടോ. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എപ്പോഴും ക്രോസ് പീസ് ആയിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. ക്രോസ് പീസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫിറ്റിങ്സ് കറക്റ്റായിട്ടുണ്ടാവും, നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതെങ്കിൽ ക്രോസ് പീസ് എടുത്താൽ നല്ല പെർഫെക്റ്റിൽ കിട്ടും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ബ്ലൗസ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പേടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അവരുടെ ലൈനിങ് ബ്ലൗസ് അല്ലാതെ നോർമൽ ബ്ലൗസ് ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ ബ്ലൗസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലൈനിങ് ബ്ലൗസ് ട്രൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതേ നമ്മുടെ ബ്ലൗസ് നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസാണ്, പക്ഷേ പ്ലെയിൻ ആയതുകൊണ്ട് അതിന് എംബ്രോയ്ഡറി വർക്കൊക്കെ വേണം. അപ്പോൾ ഈ എംബ്രോയ്ഡറി വർക്കും ഇട്ടിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ ക്രോസ് പീസിൽ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളതിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാണ് നമ്മുടെ ബ്ലൗസ് നല്ല ഭംഗിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.